നമസ്കാരം. ഓപ്പൺ സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSCയുടെ മറ്റൊരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് നോട്ടിഫിക്കേഷൻ നമ്പർ 698/2025. ഇത് കേരള നാഷണൽ സേവിങ്സ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു തസ്തിക. പൊസിഷൻ ഇതാണ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. ഇതാണ് ഇതിന്റെ ഈ ഒരു തസ്തികയും ഡിപ്പാർട്ട്മെന്റും. അപ്പോ ഈ ഒരു വിജ്ഞാപനത്തിലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരള നാഷണൽ സേവിങ്സ് സർവീസ് ആണ്. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. ഇതിന്റെ സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് 55,200 മുതൽ 1,15,300 വരെയാണ് ഇതിന്റെ ആ ഒരു സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുള്ളത്. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള വേക്കൻസീസ് ഇതിനകത്ത് തീരുമാനമായിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആന്റിസിപ്പേറ്റഡ് എന്നുള്ളത് വരുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ നൽകേണ്ട അവസാന തീയതി 4/2/2026, അതായത് ഫെബ്രുവരി 4 വരെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സമയമുണ്ട്. ഇനി പരീക്ഷയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യഘട്ടമായിട്ട് പ്രിലിമിനറി എക്സാം കണ്ടക്ട് ചെയ്യും. അത് കോമൺ ഡിഗ്രി ലെവൽ എക്സാം ആണ് ഇതിന്റെ പ്രിലിംസ്. അത് മെയ് ജൂലൈ മാസങ്ങളിലായിരിക്കും ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ മെയിൻ എക്സാമിന്റെ ഡേറ്റ് കേരള PSC ഓൾറെഡി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രിലിംസിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ട കംപ്ലീറ്റ് ലെസൺസും നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലെസൺസ് നിങ്ങൾക്ക് കണ്ട് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ. അപ്പൊ ഇതിന്റെ ആ ഒരു ഡേറ്റ് റേഞ്ച് പറഞ്ഞിരിക്കുന്നത് 2/1/1989 മുതൽ 1/1/2007 വരെ. അപ്പൊ ഈ രണ്ട് ഡേറ്റിൽ ജനിച്ച വ്യക്തികളും ഇതിന് എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർക്ക് ആപ്ലിക്കേഷൻ ഇനിയും കൊടുക്കാം. സമയമുണ്ട്. 4/2/2026 വരെ ഇതിന് സമയമുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് നോക്കാം. അപ്പം പ്രധാനമായിട്ട് ഇതിന് ക്വാളിഫിക്കേഷൻ ആവശ്യമായി വരുന്നത് ഗ്രാജുവേഷൻ ആണ്. അപ്പൊ ഡിഗ്രി ഏത് ഒരു ഡിസിപ്ലിനിലെയും ഡിഗ്രി ഹോൾഡർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇന്ന ഡിഗ്രി എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇനി ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. എപ്പോഴും ഡിസൈറബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാൻഡേറ്ററി അല്ല, പക്ഷേ അതുണ്ടെങ്കിൽ നല്ലത്. ഇതുള്ളവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് ഇൻ ഓർഗനൈസേഷണൽ മാറ്റേഴ്സ് ആൻഡ് പബ്ലിക് റിലേഷൻസ്. രണ്ടാമതൊന്ന് എബിലിറ്റി ടു അഡ്രസ് പബ്ലിക് മീറ്റിംഗ്സ്. മൂന്നാമതൊന്ന് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ക്യാൻവസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. അപ്പൊ ഈ ഡിസൈറബിൾ ആയിട്ടുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഈ ഒരു സ്കീമിലേക്ക് ആൾക്കാരെ ആകർഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി പ്രധാനമായിട്ടും ഈ ഒരു ജോലിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മെ സൂചിപ്പിക്കുന്നത് എന്താണ്? അതായത് എക്സ്പീരിയൻസ് ഇൻ പ്ലാനിങ്ങിലും കോർഡിനേറ്റിങ്ങിലും, ഇനി അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ ഓർഗനൈസേഷന്റെ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും എന്താ പറയുക ക്യാമ്പയിൻസ് ഒക്കെ മാനേജ് ചെയ്യുക, ആൻഡ് പബ്ലിക്കുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് പബ്ലിക് ഉണ്ട്, ക്ലയൻസ് ഉണ്ട്, പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിലുണ്ടാകും. അവരും എല്ലാമായിട്ട് നല്ല ഒരു ബന്ധം പുലർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ആണ് ഇവിടെ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസൈറബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അഡീഷണൽ ആയിട്ട് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ, മാൻഡേറ്ററി അല്ല എന്നുള്ളത്. പക്ഷേ ഇത് ഉണ്ടെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും ഈ ഒരു പൊസിഷന് സെലക്ട് ആവുക എന്നുള്ളത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓർഗനൈസേഷണൽ മാറ്റേഴ്സ് ആൻഡ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ പലതരത്തിലുള്ള കോർഡിനേഷൻ അല്ലെങ്കിൽ ഇവന്റ് പ്ലാനിങ്, ഇനി അതും അല്ലെങ്കിൽ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, മീഡിയയെ ഹാൻഡിൽ ചെയ്യുന്ന അത്തരത്തിലുള്ള പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ളതല്ല, മറിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ പുറമേ ഉള്ള വ്യക്തികളിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഉദാഹരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു വർക്ക്ഷോപ്പ്, ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യുക, അതിനെ ലീഡ് ചെയ്യുക, അത് നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക.
ഇനി അതുമല്ല എങ്കിൽ ഒരു ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ഡിസ്ട്രിക്ട് ലെവൽ ക്യാമ്പയിൻ നടത്തുന്നത്, അപ്പൊ സേവിങ്സ് അവയർനെസ്സിനെ കുറിച്ച്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലോജിസ്റ്റിക്സ് കോർഡിനേറ്റ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇനി അതും അല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സേവിങ് സ്കീമിലോ സ്റ്റാഫിനെ സൂപ്പർവൈസ് ചെയ്ത് ആ ഒരു സ്കീം മൊബിലൈസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായകരമാവുക. പബ്ലിക് റിലേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ എന്താ പറയേണ്ടത്, മീഡിയ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യുക, പ്രസ് റിലീസസ് അത് തയ്യാറാക്കി അത് കൊടുക്കുക. മനസ്സിലായതല്ലേ? അപ്പൊ ഏകദേശം ഇതേ തരത്തിലുള്ള എക്സാമ്പിൾസ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അത് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലൂടെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോ ഇവിടെ ഒന്ന് നോക്കുക, നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിയാൽ ആ ഒരു എക്സ്പീരിയൻസ് നൽകേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഫോർമാറ്റ് തരാറുണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ആവശ്യപ്പെടുമ്പോൾ ഒരു ഫോർമാറ്റ് തരാറുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഫോർമാറ്റ് നൽകിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇന്റർവ്യൂ സമയത്തായിരിക്കും. ഇന്റർവ്യൂ സമയത്ത് അവർ ഇന്റർവ്യൂ ചെയ്യുന്ന ചോദ്യങ്ങളിലൂടെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കാണിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഈ ഡിസൈറബിൾ ആയിട്ടുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻ ആക്ച്വലി അത് മാൻഡേറ്ററി അല്ല എങ്കിലും അതൊരു ഗെയിം ചേഞ്ചർ ആണ് എന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് ആ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. അപ്പൊ ഗ്രാജുവേഷൻ ഉണ്ടാവുക എന്നുള്ള കാര്യം മാത്രമാണ് ഇതിനകത്ത് ഈ പറയുന്നത്. ഇത്ര പെർസെന്റേജ് മാർക്കോ അങ്ങനെ ഒന്നും ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഡിഗ്രി പാസ്സായിട്ടുണ്ടാവുക എന്നുള്ളത്. അതിനുശേഷം നിർണായകമാകാൻ പോകുന്നത് ഈ ഡിസൈറബിൾ ആയിട്ടുള്ള ഈ ഒരു ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ഡിസൈറബിൾ ആയിട്ടുള്ള ഈ എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്നത് അത് എന്താ പറയേണ്ടത്, എപ്പോഴും അത് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം. അതായത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുക അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു 3 വർഷമായിരുന്നാലും 4 വർഷത്തെ ഡിഗ്രി ആയിരുന്നാലും ശരി, അത് നമ്മൾ കോളേജിൽ റെഗുലർ ആയിട്ട് പോയി അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. അതോടൊപ്പം തന്നെ എന്താ പറയണ്ടത്, അതോടൊപ്പമല്ല അതിന് ശേഷമായിരിക്കണം ഈ എക്സ്പീരിയൻസ് നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് അക്കാഡമിക് അല്ലെങ്കിൽ മറ്റു ക്വാളിഫിക്കേഷൻസ് നേടിയതിന് ശേഷം. അപ്പൊ ഇത് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് ലഭിക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകം ഇതിനകത്ത് എടുത്ത് പറയുന്നത്. നമ്മൾ ഒരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളുക, പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുക, നമുക്ക് സെയിൽസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുക, കൂടുതൽ കസ്റ്റമേഴ്സിനെ കൂടുതൽ ക്ലയൻസിനെ ഈ ഒരു സ്കീമിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെയൊക്കെയുള്ള കഴിവുള്ളവർക്ക് ഇവിടെ ഒരു മുൻഗണനയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ നമ്മെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സിലബസിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് ആ സിലബസിന്റെ ഓവർവ്യൂ. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നടത്തിയ ആ ഒരു സിലബസിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ജനറൽ നോളജിന്റെ ഭാഗമായിട്ട് നമുക്ക് 9 ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ ഡിഗ്രി ലെവലിൽ ഇത് വരാറുള്ളതാണ്. മാർക്കിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹിസ്റ്ററി 5 ചോദ്യങ്ങൾ ഉണ്ടാകും, ജോഗ്രഫിയിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടാകും, എക്കണോമിക്സിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടാകും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്, അതിൽ നിന്ന് 8 ചോദ്യങ്ങൾ ഉണ്ടാകും. ഇനി കേരളയുടെ ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് 4 ചോദ്യങ്ങൾ, ഫിസിക്സിൽ നിന്ന് 3, കെമിസ്ട്രിയിൽ നിന്ന് 3, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ജനറൽ നോളജിന്റെ ഭാഗത്ത് വരുവാണ്. അതിൽ നിന്ന് 4 ചോദ്യങ്ങൾ വരും. കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് 8 ചോദ്യങ്ങൾ ഉണ്ടാകും. അതേപോലെ സിമ്പിൾ അർത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ്, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസിനെല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ടാകും. അതേപോലെ ഇതേ ടോപ്പിക്സ് തന്നെയാണ്. ജനറൽ ഇംഗ്ലീഷിൽ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇത്രയും ടോപ്പിക്സ് തന്നെയാണ്. അത് റീജിയണൽ ലാംഗ്വേജും ഉണ്ട്. അപ്പോൾ മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴ്, അതിന് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് തന്നെയാണ് നമ്മുടെ പ്രിലിംസിനും വരിക.
പക്ഷെ പ്രിലിംസിന് ഇതിന് കുറെ കൂടെ വെയിറ്റേജ് ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് അതിന്റെ ആ ഒരു ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രിലിംസിന് കുറെ കൂടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു മെയിൻ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വരിക. അപ്പൊ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിന്റെ മെയിൻ എക്സാം എഴുതാനായിട്ട് യോഗ്യരാകുന്നത്. ഇനി ഇതിനകത്ത് ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ വ്യത്യാസം വരുത്തുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് റിലേറ്റഡ് ടു ദ നേച്ചർ ഓഫ് ഡ്യൂട്ടി ഓഫ് ദ പോസ്റ്റ്. അപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ സ്വഭാവം അനുസരിച്ച് വരുന്ന ടോപ്പിക്സിനെയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ആ ടോപ്പിക്സ് മാത്രം ഇവിടെ എടുത്തുകൊണ്ട് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ, അതായത് 20 ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വരിക. അപ്പൊ എന്തൊക്കെയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്പെഷ്യൽ ടോപ്പിക്സിൽ ആദ്യത്തെ യൂണിറ്റ് മാർക്കറ്റിംഗ് ആണ്. ഇപ്പം മനസ്സിലായി വരുന്നുണ്ടല്ലോ, ഏകദേശം ഒരു ഐഡിയ നമുക്കിപ്പോൾ വരുന്നുണ്ടല്ലോ. ആ ഒരു പൊസിഷന്റെ സ്വഭാവവും അതിനകത്ത് വരുന്ന ടോപ്പിക്സും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം മാർക്കറ്റിംഗിൽ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിംഗിന്റെ മീനിങ്ങും ഡെഫിനിഷനും നമ്മൾ പഠിക്കുക. ആൻഡ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ അപ്രോച്ചസ് ടു മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ അപ്രോച്ചസ് ഡൈനാമിക് ആണ് അല്ലെ, അത് മാറിക്കൊണ്ടിരിക്കുന്ന അപ്രോച്ചസ് ആണ് മാർക്കറ്റിംഗിൻ്റെത്. അത് നമ്മൾ പഠിക്കുക. എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളത്, അത് എങ്ങനെ നേടിയെടുക്കാം എന്നൊക്കെയുള്ളത്. ഇനി പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രോഡക്റ്റ് പ്രൈസിങ്, പ്രോഡക്റ്റ് പ്രൊമോഷൻ. ഇത് BBA MBA ഒക്കെ ചെയ്യുന്നവര് ഈ കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ആയിട്ട് അതിനകത്ത് പഠിക്കുന്ന ടോപ്പിക്സ് തന്നെയാണ്. ഇനി മാനേജിങ് ലോജിസ്റ്റിക്സ് ആൻഡ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, മറ്റൊന്ന് മാർക്കറ്റിംഗ് ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്. ഇതൊരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റിന്റെ തന്നെ ക്യാമ്പയിൻ ആണ് ഈ ഒരു പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റിംഗ് ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് സ്പെസിഫിക് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിംഗ് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൈനാമിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ റീസെന്റ് ട്രെൻഡ് എന്തൊക്കെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ യൂണിറ്റ് 1-ൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ, അതായത് ഇത്രയും ടോപ്പിക്സിൽ നിന്ന് 5 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വരിക. ടോപ്പിക്സ് ഇച്ചിരി കൂടുതലാണ്, പക്ഷെ 5 ചോദ്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ യൂണിറ്റ്, അതും 5 മാർക്കിന്റെ ചോദ്യങ്ങൾ തന്നെയാണ്. ഇവിടെ പബ്ലിക് റിലേഷൻസ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, മീഡിയ റിലീസ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണിത്. ഇപ്പൊ പബ്ലിക് റിലേഷൻസ് എന്ന കോൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഡെഫിനിഷൻസും അതിന്റെ പിന്നിലെ തിയറീസും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പബ്ലിക് റിലേഷന്റെ പ്രോസസ് എന്താണ്, എന്ത് പ്രോസസ്സാണ് അതിന് ഫോളോ ചെയ്യുന്നത്, ആൻഡ് എന്തൊക്കെയാണ് പബ്ലിക് റിലേഷൻസ് നടത്തിയെടുക്കുന്നതിന് സക്സസ്ഫുൾ ആയിട്ട് അതിന് ഉപയോഗിക്കേണ്ട ടൂൾസ് എന്തൊക്കെയാണ്. ഇനി പബ്ലിക് റിലേഷൻ എൻവയൺമെന്റ്. ഓക്കെ, ഇനി അണ്ടർസ്റ്റാൻഡിങ് മീഡിയ നീഡ്സ്. ഇനി എത്തിക്സ് ഇൻ പബ്ലിക് റിലേഷൻസ്. ഒരു ചോദ്യം ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം എത്തിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, മീഡിയ ആൻഡ് ഡെഫിനിഷൻ. മീനിങ് ആൻഡ് ഡെഫിനിഷൻ. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്നുള്ളത്. നമുക്കറിയാം ഇവിടെ 2 തലത്തിലല്ലേ. ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഇൻ ജനറൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതാണ് നമ്മുടെ ഡേ ടു ഡേ ജോലികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു പക്ഷേ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ അടുത്ത് ഉപയോഗിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് പോകുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പ്രസ് റിലീസ്, അല്ലെങ്കിൽ ക്ലയൻസിന്റെ അടുത്തേക്ക് പോകുന്ന കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെയാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഇതിന് ചില മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ഫ്ലോയിനെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്താണ്, ഈ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. BCom-ലും ഒരുപക്ഷെ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാകും അല്ലെ. ഇനി അടുത്ത ഇതിന്റെ യൂണിറ്റ് 3, അവിടെയും 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഇവിടുത്തെ ടോപ്പിക്. അപ്പൊ ഇതിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മീനിങ്ങും ഡെഫിനിഷനും, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഹ്യൂമൻ ലേബറിന്റെ, അതായത് ആവശ്യത്തിനുള്ള മനുഷ്യൻ, ഹ്യൂമൻ ഫോഴ്സ്, വർക്ക് ഫോഴ്സ്. ഓക്കെ, അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വർക്ക് ഫോഴ്സ് എന്തുമാത്രമാണ് എന്ന് നേരത്തെ കൂട്ടി നിർണയിച്ച് പ്ലാൻ ചെയ്യുക, അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇനി റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റും സെലക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഹ്യൂമൻ റിസോഴ്സ് തന്നെ മാനേജ് ചെയ്യേണ്ട ഒരു ടാസ്കും കൂടി ഇതിനകത്തുണ്ടാകും എന്ന് കണക്കാക്കുക.
ഇനി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു, അത് ഓരോ മാസത്തിലെടുക്കാം, അത് വർഷത്തിലൊരിക്കൽ എടുക്കാം. ഓക്കെ, അതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി മോട്ടിവേഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. അതിനകത്ത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ വരുന്നുണ്ട്. പിന്നെ ലീഡർഷിപ്പ് ആൻഡ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് ടോപ്പിക്സും. ഈ ലീഡർഷിപ്പ് ആൻഡ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ യൂണിറ്റ്, വീണ്ടും 5 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇതാണ് അവസാനത്തെ യൂണിറ്റ്. അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ സിസ്റ്റവും അതിന്റെ ലീഗൽ ഫ്രെയിംവർക്കുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, പബ്ലിക് ഫിനാൻസ്, ഹൗസ് ഹോൾഡ് ഫിനാൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ചെക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്, ഡ്രാഫ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെ? ഇനി ഫിനാൻഷ്യൽ സർവീസസ്. ഇനി ബേസിക്സ് ഓഫ് ടാക്സ് ലോസ് ഇൻ ഇന്ത്യ. ടാക്സ് ലോസിന്റെ ബേസിക്സ് ആണ് ഇവിടെ നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ IT ആക്ട് 1961 അതിന്റെയും ബേസിക്സ് ആണ്. ആൻഡ് GST ആക്ട് 2017 അതിന്റെയും ബേസിക്സ് ആണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ളത്. പക്ഷെ ബേസിക്സ് ആണെങ്കിലും നമുക്ക് എന്താ പറയേണ്ടത്, ഇതിൽ 3-ൽ നിന്നും ഓരോ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ആൻഡ് ബാക്കി ഈ ഏരിയയിൽ നിന്ന് പിന്നെ 2 ചോദ്യങ്ങളായിരിക്കും ഇവിടെ വരിക. പക്ഷെ ടോപ്പിക്സ് നോക്കുക, വളരെ വാസ്റ്റ് ആയിട്ട് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഓരോന്നിലും കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദി ഹാപ്പി ന്യൂസ് ഈസ് നമ്മൾ ഇതിന്റെ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രിപ്പറേഷന് നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്സ്, അതായത് സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ എല്ലാത്തിനും ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാകും. സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കിനും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നമ്മൾ സ്പെസിഫിക് ആയിട്ട് തരുന്നതായിരിക്കും. ഇനി റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ആണ് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ലെസൺസിന്റെ കൂട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങളിൽ പലരും വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെ? അപ്പോ അതാത് ദിവസങ്ങളിൽ നമ്മൾ ലൈവായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സസ് ഒരു പക്ഷേ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ചും നിങ്ങൾ സെയിൽസിലോ മാർക്കറ്റിലോ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 8 മുതൽ 5 വരെയോ 10 മുതൽ 5 വരെയോ ഉള്ള ഒരു ജോലിയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. 5 മണി കഴിഞ്ഞും 8 മണി ആയിരുന്നാലും ഒരു പക്ഷേ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അത് ഏറ്റവും അനുയോജ്യമായ ഒന്നായിരിക്കും ഈ ഒരു കോഴ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. കാലത്തെ ഒരു 4 മണി മുതൽ ഒരു 5 മണി വരെയോ, ഒരു 3:30 മണി മുതൽ ഒരു 5:30 മണി വരെയോ 1-2 മണിക്കൂർ നമുക്ക് ഓരോ ദിവസവും സ്പെൻഡ് ചെയ്യാമെങ്കിൽ നമുക്ക് വളരെ അനായാസമായിട്ട് ഇതിന്റെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് പോകാം. കാരണം ഏകദേശം ആ ഒരു ഓഗസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴാണ് ഇതിന്റെ ആ ഒരു മെയിൻ എക്സാം വരിക എന്ന് ഓർക്കുക. ഓക്കെ, ഇനി ആഴ്ചതോറും നമ്മൾ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതായത് ആ ഒരു വീക്കിൽ കവർ ചെയ്യുന്ന പോർഷൻസിന്റെ മോക്ക് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുക. ആൻഡ് നമ്മൾ സിലബസ് മുഴുവനും കവർ ചെയ്ത് പരീക്ഷയുടെ ഒരു ടൈം ടേബിൾ വരുമല്ലോ. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ആ ഒരു തീയതി വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ അതിനുശേഷം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഫുൾ ലെങ്ത് മോഡൽ എക്സാംസ്, ഒരു 10 to 15 ഫുൾ ലെങ്ത് മോഡൽ എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിന് ഈ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഇനി അതല്ല, ഏത് സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എന്നോട് ചോദിക്കാവുന്നതാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യം പോസ്റ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട്, ഈ പോസ്റ്റിലേക്കുള്ള കോഴ്സിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. പരീക്ഷയുടെ തീയതികൾ വരുന്നതനുസരിച്ച് ആ തീയതികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് അങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല അതിനകത്ത് നമുക്ക് എന്താ പറയുക, ജനറൽ നോളജ് പോലെയൊക്കെയുള്ള കറന്റ് അഫയേഴ്സ് പോലെയൊക്കെയുള്ള കുറേയധികം സംഗതികൾ അതിൽ നമ്മൾ ഷെയർ ചെയ്തു പോകും. പക്ഷെ ആ കോർ ലെസൺസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. സോ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ്സിൽ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കുകയോ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്യാം. ഞാൻ ഉടനെ തന്നെ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും.
സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. 2026 നിങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. Thank you for watching once again, and you have an excellent day.